ധർമ്മനിഷ്ഠനായ യദു എന്ന് പറയുമ്പം ചരിത്രവുമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. യയാതി എന്ന് പറഞ്ഞ രാജാവിൻ്റെ 5 മക്കളിൽ ഒരാളാണ് യദു എന്ന് പറയുന്നത്. എങ്ങനെയാണ് യദു ധർമ്മനിഷ്ഠനാകുന്നത്? യയാതി പറഞ്ഞത് കേൾക്കാത്ത, പിതാവ് പറഞ്ഞത് കേൾക്കാത്ത ഒരാൾ എങ്ങനെയാണ് ധർമ്മനിഷ്ഠനാകുന്നത്? അങ്ങനെ ധർമ്മനിഷ്ഠനല്ലാത്ത യദുവംശത്തിൽ എങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഇത് ഭാഗവതത്തിലെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പിതാവ് പറഞ്ഞത് കേൾക്കാത്ത പുത്രനാണ് യദു. ആ യദുവംശത്തിലാണ്, യദുവിനെ ധർമ്മനിഷ്ഠൻ എന്ന് പറയുന്നു ഭാഗവതം. ആ യദുവംശത്തിലാണ് ഭഗവാന്റെ ജനനം കൂടി. അങ്ങനെയാണെങ്കിൽ അവിടെ ധർമ്മോ മദ്ഭക്ത ലക്ഷണ എന്നുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കണം. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഭക്തന്മാരുടെ, എന്നോട് ഭക്തിയുള്ളവരുടെ ലക്ഷണമാണ് ധർമ്മമെന്ന് പറയുന്നത്. ധർമ്മത്തെ നമ്മൾ പല രീതിയിലാണ് ഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യയാതി ഒരിക്കൽ രാജാവായിരുന്ന യയാതി 5 മക്കളെയും വിളിച്ചു വരുത്തിയിട്ട് അവരവരുടെ യൗവനം ചോദിച്ചു. ആ യൗവനം ചോദിച്ചത് കൂടുതൽ കാലം രാജ്യം നല്ലവണ്ണം ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ്. യദുവിനോടും ചോദിച്ചു. യദു പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. പകരം അതിന് നിനക്ക് രാജ്യത്തെ തരാമെന്നാണ് പറഞ്ഞത്. യദു അതിന് വിസമ്മതമായി, മൂളി. ഇത് കേട്ടിട്ടാണ് ധർമ്മനിഷ്ഠനല്ല യദു എന്ന് പറയുന്നതെങ്കിൽ, പക്ഷേ യദു എന്തുകൊണ്ടാണ് അവിടെ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്ഭക്തനായിരുന്നു, എൻ്റെ ഭക്തനായിരുന്നു, ഭഗവാന്റെ ഭക്തനായിരുന്നു ആര്? യദു. രാജ്യത്തെക്കാളും വലുതാണ് ഭഗവത് ഭക്തി എന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചതുകൊണ്ടാണ് യദു നിരാകരിച്ചത്? അച്ഛൻ്റെ ആവശ്യത്തെ നിരാകരിച്ചത്, അച്ഛൻ പറഞ്ഞതിനെ നിരാകരിച്ചത്. ഇവിടെ ഒരു നല്ലൊരു കാര്യം നമ്മളെ ഭാഗവതം വെളിപ്പെടുത്തി തരികയാണ്. എന്ത് കാര്യമാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്, അതിൽ ഈശ്വരഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്ന, ഈശ്വര സമർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അവിടെ ആരെങ്കിലും പറഞ്ഞതിനെ നിരാകരിച്ചു എന്നുള്ളത് കൊണ്ട് അധർമ്മനിഷ്ഠനാകുന്നില്ല. അവിടെ നിങ്ങൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റെല്ലാ ഭോഗങ്ങളെക്കാളും വലുതായിട്ട് യദുവിനെ പോലെ ഈശ്വരഭക്തിയാണ് ശ്രേഷ്ഠമായിട്ട് കരുതുന്നെങ്കിലാണ് അത് ധർമ്മനിഷ്ഠം ആയിത്തീരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീർച്ചയായും യദു ധർമ്മനിഷ്ഠം തന്നെയാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, നാഗം പ്രകാശ സർവസ്യ യോഗോ മായാ സമാവൃത. എല്ലാവർക്കും എന്നെ അറിയത്തക്കവനല്ല, എല്ലാവരും എന്നെ അറിയുന്നവനല്ല, ഭഗവാനെ എല്ലാവർക്കും അറിയുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് വേണം? ഭഗവത് ഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. അതിന് ഭഗവാനിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി ഭോഗങ്ങളുടെ പുറകെ പോകാതെ യോഗനിഷ്ഠയിൽ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ അത് അനുഭവവേദ്യം ആകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു സംശയം ഇവിടെ നിവാരണം ചെയ്തു ഭാഗവതം. എന്താ? യദുവംശത്തിൽ ധർമ്മനിഷ്ഠനായ യദുവിൻ്റെ മുമ്പിൽ യയാതി എന്ന് പറയുന്ന മഹാരാജാവായിരിക്കുന്ന പിതാവ് രാജ്യവും ഭോഗങ്ങളും നൽകിയെങ്കിലും ഭഗവത് ഭക്തിപൂർവ്വം അതിനെ നിരാകരിച്ചുകൊണ്ട്, അച്ഛൻ്റെ ഉപദേശത്തെ നിരാകരിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട ഒരു ദിവ്യപുരുഷനാണ്. അങ്ങനെയുള്ള യദുവിൻ്റെ വംശത്തിലാണ് ആര് ജനിക്കുന്നത്? ഭഗവാൻ ജനിക്കുന്നത്. പിന്നെയോ അവതീര്യയതോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവായാനി വിശ്വാത്മാ താനിനോവത വിസ്തരാത് എന്നും പറയുന്നു. യദുവിൻ്റെ യദുവിൻ്റെ കുലത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട, വിഷ്ണു ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട യദുവിൻ്റെ കുലത്തിൽ അവതരിച്ചിട്ട് ഭൂതഭാവന, ഭൂതങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നവനും, പിന്നെയോ വിശ്വാത്മ, ലോകത്ത് മുഴുവൻ സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നവനും ആയ ഭഗവാൻ എന്നുള്ളത് പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ കൊണ്ട് പരിപൂർണനായിരിക്കുന്നവനാണ് ആര്?
ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ യാനി, യാതൊരു യാനി എന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കർമ്മങ്ങളെ എന്നുള്ള അർത്ഥം എടുത്തോണം. കർമ്മങ്ങളെ കൃതവാൻ ചെയ്തു താനി, അവയെ നഹ ഞങ്ങളോട് വിസ്തരിച്ച്, വളരെയധികം വിശദീകരിച്ച് വധ പറയണമേ. അല്ലയോ ശുഖബ്രഹ്മർഷേ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ സകല ചരാചരങ്ങളിലും ചൈതന്യരൂപേണ വർത്തിക്കുന്ന ഭഗവാന്റെ അവതാര മാഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് കൂടുതൽ അങ്ങ് വെളിപ്പെടുത്തി തരയണമേ എന്നാണ് വളരെ വിനയത്തോടുകൂടി ഭക്തിയോടുകൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഈ ചോദ്യം എങ്ങനെയാണ് ഒരു യോഗ്യനായ ഒരു ഉത്തമ ഭക്തനായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷത്ത് ഏതൊരു ചോദ്യം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയോടുകൂടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ശുഖബ്രഹ്മർഷിയോ സമാധിമഗ്നനായി ഇരുന്നു കൊണ്ട് തന്നെ അതിന് ഉത്തരം നൽകുന്നു. അവിടെ രണ്ട് കൂട്ടരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ശ്രോതാവ്, ഒന്ന് വക്താവ്. ശ്രോതാവാണ് പരീക്ഷിത്ത്, വക്താവാണ് ആര്? ശുഗന്. ശുഖബ്രഹ്മർഷി എന്ത് പറയുന്നോ അതെല്ലാം ഈശ്വരധ്യാനലീനനായിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുന്ന ആളോ കൂടുതൽ ഈശ്വരഭക്തിയിലേക്ക് ആമഗ്നനായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും. അപ്പോൾ ഭാഗവതം കേൾക്കുന്നവർ രണ്ടുപേരും എങ്ങനെയുള്ള ആളുകളായിരിക്കണമെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ചു വയ്ക്കുക. നമ്മുടെയൊക്കെ മനസ്സിൽ ശുഗനോ അല്ലെങ്കിൽ പരീക്ഷത്തോ ആകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും ബീജം ഈ ഭക്തിയുടെ അങ്കുരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. ആ ഭക്തിയെ വളർത്തിയെടുക്കാൻ ദശമസ്കന്ധം വളരെയധികം ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അത്യുത്തമമാണ്. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.